നമ്മളെല്ലാവരും വിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ പലപ്പോഴും ആ ഖുർആനിൽ പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പലപ്പോഴും ആ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. തബാറകയോദാത ദിവസങ്ങളില്ല, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാത്തൊരു ദിവസം പോലും കടന്നു പോകാറില്ല. എന്നാൽ ആ വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്. എന്തിനാണ് അല്ലാഹു ജീവിതത്തെയും മരണത്തെയും പടച്ചതെന്നറിയോ? എന്തിനാണ് അല്ലാഹു ഈ സംവിധാനത്തെ ഇവിടെ ഏർപ്പെടുത്തിയെന്നറിയോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നല്ലത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് അല്ലാഹുവിനെ അനുസരിക്കുന്നത്, ആരാണ് സൽക്രമങ്ങൾ ചെയ്യുന്നത്, ആരാണ് സുഹൃതങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കെന്നതൊരു പ്രശ്നമില്ലാതെ ആയിരിക്കുകയാണ്. ദുനിയാവിന്റെ ഈ ഒരു സുഖലോലപതയുടെ പിന്നാമ്പുറങ്ങളിലൂടെ ഞാനും നിങ്ങളും നടന്നു പോവുകയാണ്. ഭൗതിക ലോകത്ത് നല്ലതുപോലെ ജീവിക്കണം, നല്ലതുപോലെ ജീവിക്കണം, നല്ലതുപോലെ കടന്നു പോകണം. പരലോകത്തെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നമുക്കില്ല, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത നമുക്കില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസി വിജയിക്കുന്നത്? പേര് കൊണ്ട് മാത്രം മുസ്ലിമായാ പോരാ, പേര് കൊണ്ട് മാത്രം ഇസ്ലാം എന്ന് പറഞ്ഞാ പോരാ. നമ്മളെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹും അവിടുത്തെ റസൂലും കാണിച്ചു തന്ന പ്രവർത്തനങ്ങളാകണമല്ലോ. വല്ലാഖിബത്തുൽ മുത്തഖീൻ. അതിലൂടെ തഖ്വ കരസ്ഥമാക്കുമ്പോൾ, തഖ്വയുള്ളവരായി മാറുമ്പോഴാണ് നമുക്ക് വിജയമുള്ളത്. വല്ലാഖിബത്തുൽ മുത്തഖീൻ. നമ്മൾ തഖ്വയുള്ളവരായി മാറണം, അല്ലാഹുവിന് അനുസരണമുള്ളവരായി മാറണം.